ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റ കേസിൽ ഉടുമ്പൻചോല മുൻ തഹസിൽദാർ പി.കെ. ഷാജി ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ഇ.ഡി. വിജിലൻസ് കേസിൽ പ്രതികളായ റവന്യൂ ഉദ്യോഗസ്ഥരുടെയും മുൻ ഉടമകളുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം മാത്യു കുഴൽനാടൻ എം.എൽ.എക്ക് സമൻസ് നൽകും. ചിന്നക്കനാലിൽ ആധാരത്തിനുള്ളതിനേക്കാൾ 50 സെന്റ് അധികം സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയെന്നാണ് കേസ്. മുൻ ഉടുമ്പൻചോല തഹസിൽദാറിന് പുറമെ ഇക്കാലയളവിലെ ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറി, ക്ലർക്ക്, മുൻ പഞ്ചായത്ത് ഓവർസിയർ, താലൂക്ക് ലാൻഡ് ബോർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഭൂവുടമയും ഇടനിലക്കാരും ഭൂമി വാങ്ങിയ മാത്യു കുഴൽനാടൻ എം.എൽ.എയും ബിസിനസ് പങ്കാളികളുമായിരുന്നു വിജിലൻസ് കേസിലെ പ്രതികൾ. ഇവരെ കേന്ദ്രീകരിച്ചാണ് ഇ.ഡി. അന്വേഷണവും പുരോഗമിക്കുന്നത്. ഇതിൽ ചിലരുടെ ചോദ്യം ചെയ്യൽ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വിജിലൻസ് കേസിൽ പ്രതികളായ റവന്യൂ ഉദ്യോഗസ്ഥരുടെയും മുന്നുടമകളുടെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായാലുടൻ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ എം.എൽ.എയെ ചോദ്യം ചെയ്യും. 2008 മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട ഭൂമിയാണ് ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടന്റെ കൈവശമുള്ളതെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തൽ. ഭൂമി വിൽപ്പന നടത്തരുതെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടായിരുന്നു. അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ, ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 1 ഇഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ലെന്നാണ് മാത്യു കുഴൽനാടന്റെ വിശദീകരണം. കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഇ.ഡി. ECIR. ജനം, കൊച്ചി.